മുൻ സ്പീക്കർ എ.സി. ജോസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ നയപ്രഖ്യാപനത്തിന്മേൽ ചർച്ച നടക്കും. മികച്ച സംഘാടകൻ, നിർഭയനായ പത്രപ്രവർത്തകൻ, കഴിവുറ്റ പാർലമെന്റേറിയൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു എ.സി. ജോസ് എന്ന് ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് സ്പീക്കർ എൻ ശക്തൻ പറഞ്ഞു. എ.സി. ജോസിന്റെ നിര്യാണത്തോടെ പൊതുപ്രവർത്തകർക്ക് മാതൃകയായ മികച്ച ഒരു സംഘാടകനെയും ട്രേഡ് യൂണിയൻ നേതാവിനെയും പാർലമെന്റേറിയനെയും നിർഭയനായ പത്രപ്രവർത്തകനെയുമാണ് നഷ്ടമായിട്ടുള്ളത്. പൊതുരംഗത്ത് എ.സി. ജോസ് മിതത്വവും മാന്യതയും പുലർത്തിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ പക്വതയും അദ്ദേഹം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ കാണിക്കേണ്ട ജാഗ്രതയും, ഞാൻ ഇത് രണ്ട് പദവും ഒരുപോലെ വിനിയോഗിക്കും. മിതത്വവും ജാഗ്രതയും അദ്ദേഹം ആ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ട്രേഡ് യൂണിയൻ നേതാവും എം.പിയും എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം എ.സി. ജോസ് കാഴ്ചവെച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ അനുസ്മരിച്ചു. സമർത്ഥനായ ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ, സർവോപരി വിവിധ പ്രശ്നങ്ങളിൽ എല്ലാം തന്നെ ഇടപെട്ട് ഒരു പ്രമുഖനായ നേതാവായി, പൊതുപ്രവർത്തകനായി ശോഭിച്ചിരുന്ന ആളാണ്. കക്ഷി നേതാക്കളായ സി ദിവാകരൻ, കെ എം മാണി, എം കെ മുനീർ, എ അസീസ്, എ കെ ശശീന്ദ്രൻ തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.